ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങളിന്നേ ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി കേട്ടാ. റേറ്റ് കാണിക്കുന്നുണ്ട് ഇപ്പം അതന്നെ പോലെ ഞാൻ സാറോടെ ഡാൻസ്. ഞങ്ങൾ ഷിപ്പിംഗ് യാർഡിലേക്ക് പോവാണ്. ഒരു ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്തായാലും നോമ്പല്ലേ, നമുക്ക് വേറെ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് തകർക്കും ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കിടന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുണ്ടോ? ഇല്ല, ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളിലേക്ക് കിടക്കട്ടോ. പുറത്തുനിന്ന് കാണണമെന്നുണ്ടെങ്കിലേ നമുക്ക് ഇതിന്റെ മതില് പൊളിക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. കാണുന്നുണ്ട്, പക്ഷേ നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ മതിലൊക്കെ പൊളിച്ചിട്ട് വേണം കാണാൻ. ഇതെന്നാവൂടാ, എന്നാവൂലേ? ലക്ഷദ്വീപ് വാർഫ്. ഇപ്പം ഇതവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണണമെന്നുണ്ടെങ്കിലേ കുറച്ച് പണിയുണ്ട്. ഷിപ്പണി നിൽക്കുന്നത് കുറച്ച് നോക്കിയിട്ട് കാണാനുണ്ട് വഴി. ഇത് വാർഫ് യാത്രക്കാരുടെ സൗഖ്യ കേന്ദ്രം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏരിയക്ക് വരുന്നത്. വെൽക്കം ടു ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ആൾക്കാർക്കൊക്കെ ഈ വഴി മാർഗ്ഗമാണ് പോകുന്നത് കേട്ടോ. നല്ല ആൾക്കാരാവും, പോകാനുള്ള ആൾക്കാരാവും ഇതൊക്കെ. അപ്പോൾ ഗായ്സ്, നമുക്ക് ചെറിയൊരു തെറ്റ് പറ്റി. ഇത് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള വാർഫാണ്. അപ്പോൾ ഇറങ്ങാനുള്ളത് വേറെ ഏരിയയിലാണെന്ന് പറയണത്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. അപ്പോൾ നമ്മൾ എറണാകുളം വാർഫിലെത്തിയിട്ടാ. ഇവിടെയാണ് വരുന്ന ആൾക്കാരെ ഇറങ്ങുന്ന സ്ഥലമാണിത്. അതൊക്കെ തോന്നുന്നത് അവരെ ചെക്കിങ് ഏരിയ ഒക്കെയാണ്. വരുന്ന ആൾക്കാരെ ചെക്ക് ചെയ്തിട്ട് കേട്ടിനില്ല, അങ്ങനെ എന്തൊക്കെ തോന്നണ്. നമുക്ക് എന്തായാലും മഴ പെയ്യണടാ, മഴ പെയ്യണ. നമ്മളെ കപ്പലിറങ്ങണ കാണാനും കപ്പലൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് നമുക്ക് എൻട്രി ഇല്ലയെന്നാണ് പറഞ്ഞത്. മറ്റുള്ള ആംബുലൻസ് പിന്നെ അതിൽ നിന്ന് പറഞ്ഞ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കാനുള്ള വണ്ടികൾക്ക് പോകുന്നല്ലാതെ വിളിക്കാൻ പറഞ്ഞ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ലയെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കപ്പൽ കാണുന്നൊരു എന്താ പറയുക, ആ ഒരു മോഹം അവിടെ അവസാനിപ്പിച്ച്. നമുക്ക് ഇവിടുന്ന് തന്നെയാലും കപ്പൽ കാണാൻ പറ്റുമോ വെച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.